വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ സൂചിപ്പിച്ചത് ഏത് രേഖകളും ഹാജരാക്കാമെന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ROC വിശദീകരണം തേടിയപ്പോഴും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും ഈ രേഖകളൊന്നും ഹാജരാക്കാൻ എക്സാലോജിന് കഴിയാതെ പോയത്? തീർച്ചയായിട്ടും എക്സാലോജിക്കിന്റെ എതിരെയുള്ള ഇപ്പോൾ നീക്കൽ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന നിലപാടാണ് CPM നേതൃത്വത്തിനുള്ളത്. അതുതന്നെയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞതിന് മുമ്പ് തന്നെ ഇന്ന് ദേശാഭിമാനി CPM-ന്റെ മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറി ലേഖനത്തിലും ആ ആരോപണം തന്നെയാണ്. അതായത് എക്സാലോജിയുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ആരോപണങ്ങൾ, നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. അത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ്. അതിനെ രാഷ്ട്രീയമായി കണ്ട് പ്രതിരോധിക്കാനാണ് CPM-ന്റെ തീരുമാനം. നേരത്തെ തന്നെ വിഷയത്തിൽ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അതിനെ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് ഇറക്കി പ്രതിരോധിച്ചിരുന്നു. അതിന് തുടർച്ചയായി തന്നെ നേതാക്കളും നിലപാടെടുക്കുന്നത് ഈ എക്സാലോജിക്കിന്റെ അന്വേഷണം ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കുന്ന ഒന്നല്ല എന്ന് പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ വാർത്താ സമയത്ത് പറയുമ്പോഴും ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിരോധ നീക്കങ്ങൾ CPM നടത്തുന്നുണ്ട്. അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനത്തിലാകട്ടെ എക്സാലോജിക്കെതിരായ അന്വേഷണം പൂർണ്ണമായി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ED-യും CBI-യും അന്വേഷണത്തിൽ, അതായത് ED-ക്കും CBI-ക്കും അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അന്വേഷണം വൈകാതെ ഉണ്ടാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ ഒരു സർക്കാർ ഓഹരിയുള്ള സ്ഥാപനത്തിനുമെതിരെ CBI-യുടെയോ ED-യുടെയോ അന്വേഷണം ഉണ്ടാകുമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. അത് കണ്ടുള്ള മുൻകരുതലാണ് CPM സ്വീകരിക്കുന്നത്. തോമസ് ഐസക്കിനെതിരെ P രാജീവിനെതിരെ നടക്കുന്നതും രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ CPM ഭയക്കുന്നില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ കോൺഗ്രസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിമർശനം പ്രതിപക്ഷത്തിലെ ഉന്നയിക്കുന്നു. അതായത് തോമസ് ഐസക്കിനെതിരെ നടക്കുന്ന അന്വേഷണം, P രാജീവിനെതിരെ നടക്കാൻ പോകുന്ന കരുവന്നൂർ കേസിലെ അന്വേഷണം, അതിനൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണ നീക്കത്തെയും CPM കാണുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുന്നു. നേരത്തെ CPM വിലയിരുത്തിയതുപോലെ വീണ വിജയൻ എന്ന വ്യക്തിക്കെതിരെയല്ല ഈ നീക്കങ്ങൾ. അത് കൃത്യമായി വീണ വിജയനിലൂടെ മുഖ്യമന്ത്രിയിലേക്കാണ്, അതിലൂടെ CPM-ലേക്കാണ് അന്വേഷണം എത്തുന്നതെന്ന വിലയിരുത്തലാണ് CPM നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കണ്ടു തന്നെ ഇതിനെ പ്രതിരോധിക്കും. അതുതന്നെയാണ് CPM-ന്റെ ഔദ്യോഗിക നിലപാട്. CPM അത് കൃത്യമായിട്ടും നിലപാട് വ്യക്തമാക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണങ്ങൾ എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. പ്രത്യേകിച്ചും മറ്റ് പല ഇടങ്ങളിലും BJP അനുകൂല നിലപാടുള്ള സംസ്ഥാനങ്ങളിൽ വലിയ അഴിമതി ഉയരുമ്പോഴും ഈ ഏജൻസികൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യവും CPM ഉന്നയിക്കുന്നു. വിവരങ്ങളാണ് വി അരുണും ഡാൻ കുര്യൻ നൽകിയത്. ഇടവേള.